തെരഞ്ഞെടുപ്പിൽ കേരളം ബി.ജെ.പിക്ക് ഒരു പ്രധാന ഘടകമാണ്. അതിൽ തൃശൂരാണ് ഏറ്റവും കൂടുതൽ പേർ ഉറ്റുനോക്കുന്നത്. വാശിയേറിയ പോരാട്ടം നടക്കുന്ന തൃശൂരിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. ബി.ജെ.പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സുരേഷ് ഗോപിയാണ്. എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി വി.എസ്. സുനിൽകുമാറാണ്. യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും. തൃശൂരിൽ എൽ.ഡി.എഫ് വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത്. വി.എസ്. സുനിൽകുമാറിന് 34% വോട്ട് ലഭിക്കുമെന്നാണ് പ്രവചനം. മുരളീധരന് 42% വോട്ട് ലഭിക്കുമെന്നും സർവേ പറയുന്നുണ്ട്. സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തെത്തുമെന്നാണ് സർവേയിൽ പ്രവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൃശൂർ ബി.ജെ.പി എടുക്കില്ലെന്ന് നിസ്സംശയം പറയാം. ആലത്തൂർ മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണന് 43% വോട്ടാണ് പ്രവചിക്കുന്നത്. രമ്യ ഹരിദാസിന് 42% വോട്ടാണ് പ്രവചിക്കുന്നത്. ബി.ജെ.പിക്ക് 13% പ്രവചനം. ഇടുക്കിയിൽ യു.ഡി.എഫിന്റെ ഡീൻ കുര്യാക്കോസ് 48% നേടുമെന്നാണ് സർവേ പ്രവചിച്ചിരിക്കുന്നത്. ജോയ്സ് ജോർജ് 38%, ബി.ഡി.ജെ.എസ് സ്ഥാനാർത്ഥി 13% വോട്ടും നേടുമെന്നും പ്രവചനമുണ്ട്. കോഴിക്കോട് എം.കെ. രാഘവൻ വിജയം നേടുമെന്നാണ് പ്രവചനം. 39% വോട്ട് ലഭിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. എളമരം കരീമിന് 37% വോട്ടാണ് പ്രവചനം. എം.ടി. രമേശിന് 22% വോട്ടുമാണ് പ്രവചിക്കുന്നത്. എറണാകുളവും പൊന്നാനിയും യു.ഡി.എഫിന് ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത്. എറണാകുളത്ത് എൽ.ഡി.എഫിന്റെ ജെ ഷൈൻ 33% വോട്ട് നേടുമെന്നാണ് പ്രവചനം. ഹൈബി ഈഡൻ 46%, ബി.ജെ.പി 19% വോട്ട് സ്വന്തമാക്കുമെന്നാണ് പ്രവചനം. പൊന്നാനിയിൽ യു.ഡി.എഫിന്റെ എം.പി. സമദാനി 47% വോട്ട് നേടുമെന്നും എൽ.ഡി.എഫിന്റെ കെ.എസ്. ഹംസ 30% വോട്ട് നേടുമെന്നും എൻ.ഡി.എയുടെ നിവേദിത സുബ്രഹ്മണ്യൻ 17% വോട്ട് നേടുമെന്നും പറയുന്നുണ്ട്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ യു.ഡി.എഫ് 14 സീറ്റുകളിലും എൽ.ഡി.എഫ് 5 സീറ്റുകളിലും വിജയിക്കുമെന്നും മാവേലിക്കര യു.ഡി.എഫ് എൽ.ഡി.എഫ് ഒപ്പത്തിനൊപ്പമെന്നുമാണ് സർവേ പ്രവചിക്കുന്നത്. കഴിഞ്ഞ ദിവസം 7 മണ്ഡലങ്ങളിലെ അഭിപ്രായ സർവേ ഫലം പുറത്തുവിട്ടിരുന്നു. വടകരയിൽ കെ ശൈലജ അട്ടിമറി വിജയം നേടുമെന്നാണ് സർവേ പറയുന്നത്. കെ ശൈലജ 41% നേടുമെന്നാണ് പറയുന്നത്. സി.ആർ. പ്രഫുൽ കൃഷ്ണന് 22% വോട്ടാണ് പ്രവചിക്കുന്നത്. മാവേലിക്കരയിൽ സി.എ. അരുൺകുമാർ 41%, കൊടിക്കുന്നിൽ സുരേഷ് 41%, ബൈജു കലാശാല 16% നേടുമെന്നാണ് സർവേ പറയുന്നത്. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി ജയിക്കുമെന്നാണ് സർവേയിലൂടെ വ്യക്തമാവുന്നത്. ആന്റോ ആന്റണിക്ക് 33% വോട്ടും തോമസ് ഐസക്കിന് 31% വോട്ടും പ്രവചിക്കുന്നുണ്ട്. അനിൽ ആന്റണിക്കും 31% വോട്ടാണ് പ്രവചനം. പത്തനംതിട്ടയിൽ ത്രികോണ മത്സരമാണ് പ്രവചിക്കുന്നത്. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി ജയിക്കുമെന്നാണ് സർവേ പറയുന്നത്. 25,821 പേരാണ് സർവേയിൽ പങ്കെടുത്തത്. മാർച്ച് 3 മുതൽ മാർച്ച് 17 വരെയുള്ള കാലയളവിലാണ് സർവേ നടത്തിയത്. ഈ സർവേ ഫലമാണ് പുറത്തുവിട്ടത്. 7 മണ്ഡലങ്ങളിൽ 6 മണ്ഡലങ്ങളിലും കോൺഗ്രസ് വിജയിക്കുമെന്നാണ് സർവേയിലൂടെ അറിയാൻ കഴിയുന്നത്. സത്യത്തിൽ ഓരോ തെരഞ്ഞെടുപ്പും ഓരോ പാഠപുസ്തകങ്ങളാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ടർമാർക്കും ശരിക്കും അതൊരു പാഠം തന്നെയാണ്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്തതിലേക്ക് നീങ്ങുന്ന കാലയളവ് തിരിച്ചറിവുകളുടേതും മാറ്റങ്ങളുടേതുമായിരിക്കും. ഇന്നിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം കാലെടുത്തു വെക്കുമ്പോൾ അവിടെ പ്രവചനങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ലാതായിരിക്കുകയാണ്.